ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ലോഗോ മാത്രമല്ല, എന്താ നിൻ്റെ അഭിപ്രായം? അല്ല, ഒരിക്കലല്ല. നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ലോഗോ മാത്രമാണ് ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ബ്രാൻഡ് കളേഴ്സ്, ബ്രാൻഡ് പാറ്റേൺസ്, അതുപോലെ വിഷ്വലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിജിറ്റൽ ആൻഡ് പ്രിൻറ്റിങ് അഡ്വർടൈസ്മെൻറ്റ്, ഇവയെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു ലോഗോ ഡിസൈൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി നമ്മൾ ചെയ്ത ബ്രാൻഡിങ് പ്രോജക്റ്റ് മീറ്റ് ഇറ്റില്ലേ? അതെ, മീറ്റ് ഇറ്റ് ഒരു ഫിഷ് ആൻഡ് പോൾട്രി കാറ്റഗറി ബ്രാൻഡ്. മെയിനായിട്ട് 2 ചലഞ്ചസ് ആയിരുന്നു നമ്മളതിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഫിഷ് ആൻഡ് ചിക്കൻ എലമെൻറ്റ്സ് ലോഗോയിൽ കൊണ്ടുവരണം എന്നതായിരുന്നു. രണ്ടാമത്തത് മീറ്റ് ടു ഈറ്റ് എന്നുള്ള വേർഡ്, അതിലെ 2 എന്നുള്ളത് ന്യൂമറിക് തന്നെ ആയിരിക്കണം എന്നായിരുന്നു ക്ലയൻറ്റിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് വേണമായിരുന്നു നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. അതിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു ഐക്കൺ റിലേറ്റഡ് ലോഗോയിലോട്ട് പോവാതെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ മാർക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് മാർക്ക് ലോഗോയിൽ എങ്ങനെ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഓപ്ഷനിൽ ഞങ്ങൾ ഫിഷിനെയും റൂസ്റ്ററിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ആൻഡ് എ എന്ന ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇ എന്ന ലെറ്റർ ഒരു ഫിഷ് ആയിട്ടും എ എന്നത് റൂസ്റ്ററിൻ്റെ ഹെഡായിട്ടാണ് ഞങ്ങളിതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ന്യൂമറിക് ലെറ്റർ 2 എന്നത് ടി ആൻഡ് ഇ എന്നീ 2 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ബ്ലെൻഡ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനകത്ത് എം ഇ എന്നീ 2 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫിഷിൻ്റെ ഷേപ്പ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടി ഇ എന്നീ 2 ലെറ്റേഴ്സിൻ്റെ ഇടയിലായി വരുന്ന ന്യൂമറിക് നമ്പർ 2വിൻ്റെ മുകളിലായാണ് റൂസ്റ്ററിൻ്റെ ഹെഡ് കാണിച്ചിരിക്കുന്നത്. തേർഡ് ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഞങ്ങളൊരു ഐക്കൺ റിലേറ്റഡ് ലോഗോ തന്നെ ചൂസ് ചെയ്തു. ഈ ഐക്കണിൻ്റെ ഫസ്റ്റ് 2 ഷേപ്സ് ഒരു റൂസ്റ്ററിൻ്റെ ഹെഡും അതിൻ്റെ ചുണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ താഴെ വരുന്ന ഷേപ്പ് ഒരു ഫിഷിൻ്റെ ഹെഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നത് ഈ 3 ലോഗോ ഓപ്ഷൻസിലാണ്. നിങ്ങളാണെങ്കിൽ ഇതിലേത് ലോഗോ ആയിരിക്കും ചൂസ് ചെയ്യുക? കമൻറ്റ് ചെയ്യും.